ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം എന്നറിയപ്പെടുന്നത്. ഇത് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ കാലഘട്ടം. ഈ സമയത്ത് മാനസികവും ശാരീരികവുമായ വളർച്ച സംഭവിക്കുന്നു. അതോടൊപ്പം ഉത്തമ ആരോഗ്യത്തിൻ്റെ അടിത്തറയും രൂപം കൊള്ളുന്നു. എന്നാൽ കൗമാരക്കാരിൽ സാധാരണയായി കണ്ടുവരുന്ന പോഷകാഹാരങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പോഷകങ്ങളുടെ അപര്യാപ്തത. കൗമാരക്കാരിൽ മിക്കവരും തന്നെ അയൺ, വിറ്റമിൻ ഡി, കാൽസ്യം മുതലായ പ്രധാന പോഷകങ്ങളുടെ കുറവ് കണ്ടുവരുന്നുണ്ട്. ഇത് അസ്ഥികളുടെ ബലത്തെയും ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലതയും കുറയ്ക്കുന്നു. രണ്ടാമതായി അനാരോഗ്യ ഭക്ഷണശീലങ്ങൾ. പ്രോസസ്ഡ് ഫുഡ്സ് അഥവാ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ, അതുപോലെ ഫാസ്റ്റ് ഫുഡ്സ് എന്നിവയെല്ലാം അമിതമായി കഴിക്കുന്നതോടെ പൊണ്ണത്തടി, പ്രമേഹം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മൂന്നാമതായി ഭക്ഷണ ക്രമക്കേടുകൾ. അനറെക്സിയ, ബുലീമിയ, അതുപോലെ നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥ എന്നിവയെല്ലാം അമിതവണ്ണം അതുപോലെ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നു. നാലാമതായി അപര്യാപ്തമായ കാലറി ഉപഭോഗം. കൗമാരക്കാരിൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാലറി ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത പക്ഷം അവരുടെ വളർച്ച മുരടിച്ചു പോവുകയും അവർക്ക് പൊതുവായി ക്ഷീണം തോന്നുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൗമാരക്കാരുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അതിൽ തന്നെ 5% കൗമാരക്കാരും അമിതവണ്ണം അഥവാ പൊണ്ണത്തടിയുള്ളവരാണ്. CNNS 2019 പഠന റിപ്പോർട്ട് പ്രകാരം 3-ൽ 1 കൗമാര പെൺകുട്ടിയും 4-ൽ 1 കൗമാര ആൺകുട്ടിയും പോഷകക്കുറവ് അനുഭവിക്കുന്നുണ്ട്. IAP 2022 പഠന റിപ്പോർട്ട് പ്രകാരം സിങ്ക്, അയൺ, വിറ്റമിൻ B12, ഫോളിക് ആസിഡ്, വിറ്റമിൻ ഡി മുതലായ ഒന്നോ അതിലധികമോ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് 80%-ലധികം കൗമാരക്കാരും അനുഭവിക്കുന്നുണ്ട്. NFHS 5 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 32.5% പെൺകുട്ടികളും വിളർച്ച അനുഭവിക്കുന്നുണ്ട്. ഇത്തരം പഠന റിപ്പോർട്ടുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കൗമാരക്കാരിൽ കൂടുതലായി കണ്ടുവരുന്ന പോഷകങ്ങളുടെ അപര്യാപ്തതയാണ്. ഇവയിലേതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് ഇതാ 3 മാർഗങ്ങൾ. 1. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ശരീര വളർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സജീവമായൊരു ജീവിതശൈലിയെ പിന്തുണയ്ക്കുന്നതിന് ധാരാളം ഊർജവും പോഷകങ്ങളും ആവശ്യമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു ദഹന പ്രക്രിയ ഉണ്ടാവുന്നതിനും ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ലഭിക്കുന്നതിനും സഹായിക്കുന്നു. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് പാൽ, മുട്ട, മത്സ്യം, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, മറ്റ് നോൺ വെജ് ഭക്ഷണങ്ങൾ, പിന്നെ കൊഴുപ്പടങ്ങിയ നട്ട്സ്, ബദാം എന്നിവയെല്ലാം ഭക്ഷണത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി ധാരാളം വെള്ളം കുടിക്കുക. എന്തെന്നാൽ നിർജ്ജലീകരണം ക്ഷീണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ജലാംശം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. എന്നാൽ മധുരപാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ മുതലായവ ഒഴിവാക്കുക. മൂന്നാമതായി നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക. ഉപ്പടങ്ങിയ ഭക്ഷണം കുറച്ച് കഴിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ഗോതമ്പ്, ഓട്സ് മുതലായ ധാന്യങ്ങളിലെല്ലാം നാരുകൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. എന്നാൽ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളിലും പാക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം സോഡിയം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതിനാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക.